ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞുകൂടാ, ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത് കുറച്ച് ഗ്രേവിയിൽ ഫ്രൈ ചെയ്ത് വെച്ച ഒരു റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അതൊന്ന് കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കൊരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് വലിയ ജീരകം, ഇവ നാലും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി ആയി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ സവാളയാണ് എടുത്തത്. അപ്പോൾ സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ, ഏകദേശം ഈ ഒരു പരിവാവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർക്കാം. ഞാനൊരു 2 തക്കാളിയാണ് എടുത്തത്. 2 തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ, തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കിയാൽ അത്യാവശ്യം തക്കാളി വഴന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അതിൻ്റെ അധികം പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ നേരത്തെ കഴുകി നന്നാക്കി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പുകൂടി തേച്ച് വെച്ചതാട്ടോ. അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പോലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് മതി, അതുകൊണ്ട് ഞാൻ തീരെ ഒഴിച്ചിട്ടില്ല. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒരു 10-15 ചിക്കൻ വേവുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഒന്നും കൂടി വേവിക്കാം. ഇപ്പം തന്നെ കണ്ടില്ല ഏകദേശം കുറച്ച് വെള്ളമൊക്കെ കാണുന്നില്ല, അത് ചിക്കൻ്റെ അത് നിറങ്ങിയ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീരെ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്തില്ല, കാശ്മീരി ആയിരുന്നു ഇട്ടത്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് മല്ലിയിലയും കൂടി തൂയി കൊടുക്കാം. അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്, പ്രത്യേകിച്ച് ചേരുവകളും കാര്യങ്ങളും ഒന്നുമില്ല.